തിരുവനന്തപുരം കോർപ്പറേഷനിൽ LDF കൗൺസിലർമാരുടെ പ്രതിഷേധം ഇന്നും തുടരും. തിങ്കളാഴ്ച UDF കൊണ്ടുവരുന്ന അവിശ്വാസ പ്രമേയത്തെ LDF പിന്തുണയ്ക്കുമെന്നാണ് സൂചന. തിങ്കളാഴ്ച കൗൺസിൽ യോഗം നിർണായകമായതിനാൽ പ്രതിപക്ഷ നീക്കത്തെ നേരിടാൻ തന്ത്രം മെനയുകയാണ് BJP. കൗൺസിലർ സുഗതന് വേണ്ടി നിയമ പോരാട്ടം വേഗത്തിലാക്കാനും BJP ഒരുങ്ങുന്നു. കൂടുതൽ വിവരങ്ങളുമായി അൺഫിലിറ്റ് ഡിസൂസ ചേരുകയാണ്. അൺഫിലിറ്റ്, തിങ്കളാഴ്ച വരാനിരിക്കുന്ന അവിശ്വാസ പ്രമേയം അതിനെ ഏതു രീതിയിൽ നേരിടണമെന്ന തന്ത്രം മെനയാൻ BJP ഏത് രീതിയിൽ അതിനെ കീഴടക്കണമെന്ന ചിന്തയുമായി UDFും LDFും LDFിൻ്റെ പിന്തുണയടക്കം ആവശ്യപ്പെട്ടിട്ടുണ്ട്. എന്തായാലും ഒരു അനുകൂല നിലപാടിലേക്ക് ഇക്കാര്യത്തിൽ LDF നീങ്ങുമോ? 3 ക്യാമ്പിലും ചർച്ചകൾ ഏത് രീതിയിലാണ്? സ്വപ്ന, തീർച്ചയായും തിങ്കളാഴ്ചയാണ് UDF അവിശ്വാസ പ്രമേയം തിരുവനന്തപുരം കോർപ്പറേഷനിൽ കൊണ്ടുവരുന്നത്. നമുക്കറിയാം, തിരുവനന്തപുരം കോർപ്പറേഷനിൽ ഒരു പ്രതിപക്ഷത്ത് നിന്ന് LDF ആയാലും UDF ആയാലും ഒരു അവിശ്വാസത്തിലൊരു നീക്കം നടത്തുകയാണെങ്കിൽ BJP സംബന്ധിച്ച ഏറ്റവും വലിയ നിർണായകമാകും. കാരണം എത്രത്തോളം ഭൂരിപക്ഷമാണ് ഒരൊറ്റ സീറ്റിന്റെ ഭൂരിപക്ഷത്തിൽ അല്ലെങ്കിൽ ഒരൊറ്റ കൗൺസിലറുടെ ഭൂരിപക്ഷത്തിലാണ് BJP നിലവിൽ ഭരണം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അവിടെയാണ് സുഗതൻ, വാഴോട്ടുകുളം കൗൺസിലറായ സുഗതൻ ജയിലിൽ കഴിയുന്നത്. സുഗതന് വേണ്ടി എല്ലാ രീതിയിലുള്ള ശ്രമങ്ങളും BJP നടത്തുമ്പോൾ സുഗതൻ അല്ലെങ്കിൽ തന്നെ സുഗതനെ സത്യപ്രതിജ്ഞ ചെയ്യാനായി ഇതുവരെ കഴിഞ്ഞിട്ടില്ല. സത്യപ്രതിജ്ഞ 3 ആഴ്ചയ്ക്കകം സത്യപ്രതിജ്ഞ നടത്തിയേ മതിയാകുമെന്ന് ഹൈക്കോടതിയുടെ ഉത്തരവുണ്ട്. അപ്പോൾ മറ്റെല്ലാ അംഗങ്ങളും സത്യപ്രതിജ്ഞ ചെയ്തിട്ടും സുഗതൻ ജയിലിലായതിനാൽ സുഗതനെ പുറത്തിറക്കാൻ കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് സുഗതൻ സത്യപ്രതിജ്ഞ ചെയ്തിട്ടില്ല. അതിന് പിന്നാലെയാണ് തിങ്കളാഴ്ച കൗൺസിൽ യോഗം ചേരുന്നത്. ഈ കൗൺസിൽ യോഗം തിങ്കളാഴ്ച ചേരുമ്പോൾ അതിനു മുമ്പ് ഏത് വിധേനയും സുഗതനെ പുറത്തിറക്കാനുള്ളൊരു നീക്കമാണ് BJPയുടെ ഭാഗത്ത് നിന്ന് നടത്തുന്നത്. ഈ സുഗതന്റെ വിഷയം ഉയർത്തിക്കാട്ടിയും അതോടൊപ്പം തന്നെ നഗരസഭ സ്തംഭിച്ചിരിക്കുന്നു, മഴക്കാലപൂർവ്വ രോഗങ്ങളൊക്കെ തന്നെ, മഴക്കാല ശുചീകരണമൊക്കെ തന്നെ പാളിയിരിക്കുന്നു, ഈ രീതിയിൽ കൗൺസിൽ വിളിച്ചു ചേർക്കാൻ വൈകുന്നു, ഈ രീതിയിൽ വലിയ രീതിയിൽ ഭരണസ്ഥാപനമാണ് നഗരസഭയിൽ നടക്കുന്നതെന്ന് ഉയർത്തിക്കാട്ടിയാണ് UDF അവിശ്വാസ പ്രമേയത്തിന് നീക്കം നടത്തുന്നത്. എന്തായാലും കഴിഞ്ഞ ദിവസം UDFിന്റെ കൗൺസിലർമാരുടെ യോഗം ചേർന്ന് മന്ത്രിയായിരിക്കുന്ന കെ മുരളീധരനാണ് കോർപ്പറേഷനിലേക്ക് ചുമതലയും കൂടിയുള്ളത്. അതുകൊണ്ട് തന്നെ അദ്ദേഹമാണ് അവിശ്വാസ പ്രമേയം കൊണ്ടുവരാമെന്നുള്ള ഒരു നീക്കം മുന്നോട്ട് വെച്ചത്. അത് കൗൺസിലർമാരൊക്കെ പിന്താങ്ങുകയും ചെയ്തു. പക്ഷേ നിലവിലെ സാഹചര്യത്തിൽ ആ സീറ്റ് നില എന്ന് നോക്കുമ്പോൾ നമുക്കറിയാം, 100 പേരുള്ള അംഗസംഖ്യയിൽ 50 പേരാണ്, നിലവിൽ 49 പേരാണ് BJPക്കുള്ളത്. ഒരു സ്വതന്ത്രന്റെ പിന്തുണ കൂടി വരുമ്പോഴാണ് 50 ആകുന്നത്. മറുഭാഗത്ത് LDFിനെ സംബന്ധിച്ച് അവർക്ക് അവിടെ 29 പേരാണുള്ളത്, UDFിനെ സംബന്ധിച്ച് 20 പേരാണുള്ളത്. പിന്നെ ഒരു സ്വതന്ത്രനും കൂടി നിൽക്കുന്നത്. ആ സ്വതന്ത്രനെ ആരെയും പിന്തുണയ്ക്കാതെയാണ് നിൽക്കുന്നത്. അപ്പോൾ നിലവിലെ സുഗതൻ മാറി നിൽക്കുമ്പോൾ BJP സംബന്ധിച്ച് BJPക്ക് 49, ഇവിടെ LDF UDFും ഒരുമിച്ച് ചേരുകയാണെങ്കിൽ അവിടെ 49. അപ്പോൾ 49 പ്ലസ് ഒരു സ്വതന്ത്രൻ എന്ന രീതിയിലാണ് നിൽക്കുന്നത്. ആ സ്വതന്ത്രൻ ഏറ്റവും അധികം നിർണായകമാവുകയൂടി ചെയ്യും. അതേസമയം LDFും UDFും ഒരുമിക്കുകയാണെങ്കിൽ മാത്രമേ അവിശ്വാസ പ്രമേയം വിജയിക്കുകയുള്ളൂ, അല്ലെങ്കിൽ അവിശ്വാസ പ്രമേയത്തിന് പ്രസക്തി ഉണ്ടാവുകയുള്ളൂ. നിലവിലെ സാഹചര്യത്തിൽ LDF അതിനെ പിന്തുണയ്ക്കാൻ തന്നെയാണ് സാധ്യത. കഴിഞ്ഞ ദിവസം LDF നേതാക്കൾ, തിരുവനന്തപുരം ജില്ലയിലെ LDF നേതാക്കൾ മാധ്യമങ്ങളെ കണ്ടപ്പോൾ രാഷ്ട്രീയ തീരുമാനം എടുക്കുമെന്നാണ് പാർലമെന്ററി പാർട്ടി നേതാവായ SP ദീപക് പറഞ്ഞത്. കാരണം ഈ LDFിനെ സംബന്ധിച്ച് അങ്ങനെ ഒരു അവിശ്വാസ നീക്കം വരികയാണെങ്കിൽ അതിനെ പിന്തുണയ്ക്കുക അല്ലാതെ മറ്റൊരു നിർവാഹമില്ല. പക്ഷെ അതേസമയം UDFിനൊപ്പം ചേരണമോ? നിലവിൽ സംസ്ഥാനത്ത് ഭരണ പ്രതിപക്ഷ മുന്നണിയായി നിൽക്കുന്ന UDFിനൊപ്പം തലസ്ഥാന കോർപ്പറേഷനാണ്. പക്ഷേ BJPയെ നേരിടാനായി, അല്ലെങ്കിൽ സംഘപരിവാർ നയിക്കുന്ന ശക്തിയെ നേരിടാനായി, അല്ലെങ്കിൽ ഒരു ഭരണസമ്പന്നത്തിലേക്ക് നഗരസഭ വരുമ്പോൾ അതിനെ നേരിടാനായി UDFുമായി ചേർന്നു എന്നൊരു രാഷ്ട്രീയ വാദമൊക്കെ LDFിൽ ഉയർത്താം. അപ്പോൾ LDFിന്റെ പിന്തുണയോടുകൂടി UDF ഒരു അവിശ്വാസ നീക്കം കൊണ്ടുവരികയാണെങ്കിൽ അത് ഏത് വിധേനയും തടയാൻ, വിജയിക്കാൻ പാടില്ല. കാരണം ഒരേ ബലാബലത്തിൽ നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ വിജയിക്കാതിരിക്കാനായി ഏത് വിധേനയും അതിനെ തടയിടാനുള്ള തന്ത്രങ്ങളാണ് അതീവ വേഗത്തിലാണ് അത്രയും നീക്കങ്ങളുമായി BJP പോകുന്നത്. സുഗതനെ പുറത്തിറക്കാനുള്ള എല്ലാ നീക്കം നടത്തും. നിയമ പോരാട്ടം കൂടുതൽ ശക്തമാക്കുകയാണ്, കോടതിയെ സമീപിക്കുന്നത്. അതോടൊപ്പം കാപ്പ കേസിലാണ് സുഗതൻ ജയിലിൽ കഴിയുന്നത്. കാപ്പ ബോർഡിനെ സമീപിച്ച് സുഗതന് ജാമ്യം ലഭിക്കുന്ന അടക്കമുള്ള, ഇളവ് ലഭിക്കുന്ന അടക്കമുള്ള നിയമ പോരാട്ടമാണ് BJP ഒരു ഭാഗത്ത് നടത്തുന്നത്. കാരണം സത്യപ്രതിജ്ഞ ചെയ്തേ മതിയാകും സുഗതന്. അങ്ങനെ പല രീതിയിലുള്ള നിയമ പോരാട്ടങ്ങളും നിയമ നീക്കങ്ങളും ഒക്കെ തന്നെയും BJP ഒരു ഭാഗത്ത് നടത്തുമ്പോൾ UDFിന്റെ യോഗവും ഇന്ന് ചേരുകയാണ്. കാരണം തിങ്കളാഴ്ച കൗൺസിൽ യോഗം ചേരുമ്പോൾ അവിശ്വാസ പ്രമേയം കൊണ്ടുവരാനാണ് ഇപ്പോൾ തീരുമാനിച്ചെങ്കിലും അതിൽ വീണ്ടും ഒരു തീരുമാനം എടുക്കുന്നതിന് വേണ്ടി, ഒരു അന്തിമ തീരുമാനം എടുക്കാൻ, തുടർ നീക്കങ്ങൾ എങ്ങനെയായിരിക്കണമെന്ന് ചർച്ച ചെയ്യാനാണ് UDF കൗൺസിലർമാർ ഇന്നും യോഗം ചേരും. അതോടൊപ്പം LDFും ഇന്ന് രാഷ്ട്രീയമായ ഒരു നീക്കം നടത്തണം, കാരണം രാഷ്ട്രീയ തീരുമാനം എടുത്തേ മതിയാകൂ എന്ന് LDF പറയുമ്പോൾ അവിടെ ഒരു അന്തിമ തീരുമാനം LDFിന്റെ ഭാഗത്ത് ഉണ്ടായിട്ടില്ല.
അപ്പോൾ ഇക്കാര്യങ്ങളൊക്കെ തീരുമാനിച്ച് മതിയാകും. എന്തായാലും ഇന്ന് ശനിയാഴ്ചയാണ്. നാളെ കഴിഞ്ഞാൽ മറ്റന്നാൾ രാവിലെയാണ് അവിശ്വാസം കൊണ്ടുവരിക. അതായത് മറ്റന്നാൾ രാവിലെയാണ് LDFന്റെ നഗരസഭയുടെ കൗൺസിൽ യോഗം നടക്കുക. കൗൺസിൽ യോഗം ചേരുമ്പോഴാണ്. മാത്രമല്ല ഈ കൗൺസിൽ യോഗം പോലും ഏറ്റവും നിർണായകമാണ്. സുഗതനെ സംബന്ധിച്ച് ഈ കൗൺസിൽ യോഗത്തിന് പങ്കെടുക്കാതെ വരുമ്പോൾ അയോഗ്യത കൽപ്പിക്കുമെന്ന് പ്രതിപക്ഷമൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിലും കഴിഞ്ഞ ദിവസം മേയർ മാധ്യമങ്ങളെ കണ്ടപ്പോൾ ഇതിനു മുമ്പ് 2 തവണ കൗൺസിൽ യോഗം ചെയ്തപ്പോൾ അത് ഒരു കൗൺസിൽ യോഗത്തിൽ മാത്രമാണ് സുഗതൻ പങ്കെടുക്കാതിരുന്നത്. ആദ്യ യോഗത്തിൽ പങ്കെടുത്തു എന്ന് മേയർ വാദിക്കുകയാണ്. തെളിവുകളൊക്കെ നിരത്തിയാണ് വാദിക്കുന്നത്. തുടർച്ചയായി 3 യോഗത്തിൽ ഒരു കൗൺസിൽ പങ്കെടുക്കാതിരുന്നാൽ മാത്രമേ അയോഗ്യത കൽപ്പിക്കുകയുള്ളൂ. അങ്ങനെ വരുമ്പോൾ സുഗതനെ സംബന്ധിച്ച് ഈ യോഗത്തിൽ പങ്കെടുത്തില്ലെങ്കിലും ആ രീതിയിൽ അയോഗ്യത വരുന്നില്ല എന്നാണ് മേയർ വാദിക്കുന്നത്. പക്ഷേ അതേസമയം അവിശ്വാസം കൊണ്ടുവരികയാണെങ്കിൽ എല്ലാ അംഗങ്ങളും അവിടെ ഉണ്ടാകണം. BJP മറ്റൊരു തന്ത്രം പ്രയോഗിക്കുന്നത് അംഗങ്ങളെ പരമാവധി ഒഴിവാക്കി, അതായത് കൃത്യമായ കോറം തികഞ്ഞില്ല എങ്കിൽ ഒരു അവിശ്വാസം കൊണ്ടുവരാൻ അവിശ്വാസം വിജയിക്കുകയും ചെയ്യുകയില്ല. ഏതെങ്കിലും ഒരു സഭയിൽ അവിശ്വാസം കൊണ്ടുവരുമ്പോൾ കോറം കൃത്യമായി തികയണമെന്നൊരു ചട്ടം കൂടിയുണ്ട്. അപ്പോൾ അതിൽ കയറി ആ രീതിയിലൊരു തന്ത്രമാണ് ഇപ്പോൾ BJP നോക്കുന്നത്. അതായത് BJP കൗൺസിലർമാർ അന്നത്തെ യോഗത്തിൽ പരമാവധി പങ്കെടുക്കാതെ നിൽക്കുകയാണെങ്കിൽ കോറം തികയാതെ വരികയും അങ്ങനെ വരുമ്പോൾ അവിശ്വാസ നീക്കം നടക്കുകയുമില്ല. ആ രീതിയിലൊരു നീക്കവും BJP ആലോചിക്കുന്നുണ്ട്. ഒരുപക്ഷെ അങ്ങനെ അംഗങ്ങൾ മാറി നിന്ന് അവിശ്വാസത്തെ നേരിടാൻ തന്നെയാകും BJPയുടെ ഭാഗത്ത്. സുഗതൻ വന്നില്ല എങ്കിൽ BJPയുടെ ഭാഗത്ത് അങ്ങനെ തന്നെയാകും. തികഞ്ഞ ആത്മവിശ്വാസത്തിൽ തന്നെയാണ് BJP. എന്തൊക്കെ സംഭവിച്ചാലും 5 കൊല്ലം BJP ഭരിക്കുമെന്ന് മേയർ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. അതേസമയം UDF ആയാലും LDF ആയാലും രാഷ്ട്രീയമായി ഒരു നീക്കം അല്ലെങ്കിൽ BJPയെ ഭയപ്പെടുത്തുക എന്നൊരു തന്ത്രം കൂടിയുണ്ട്. കാരണം ഏത് സമയത്തും എങ്ങനെ വേണമെങ്കിലും അവിശ്വാസം കൊണ്ടുവരാനുള്ള ഒരു ബലാബലമേ BJP ഭരണകക്ഷിക്കുള്ളൂ എന്നൊരു മുന്നറിയിപ്പ് കൂടി ഇവർ ഇതിലൂടെ നൽകുകയാണ്. സ്വപ്ന, നഗരസഭയിലെ BJP ഭരണസമിതിക്കെതിരെ തിരുവനന്തപുരം നഗരസഭയിൽ അവിശ്വാസം ഇപ്പോൾ തിങ്കളാഴ്ച കൊണ്ടുവരാനിരിക്കുകയാണ്. സ്വാഭാവികമായും മുന്നണികളുടെ നീക്കങ്ങൾ എങ്ങനെ എന്നതിൽ വലിയ രീതിയിലുള്ള ആകാംക്ഷ നിലനിൽക്കുന്നു. ഏത് രീതിയിൽ ഈ വെല്ലുവിളി മറികടക്കണം എന്നത് സജീവമായി ചർച്ച ചെയ്യുന്നുണ്ട് BJPയും. ആൻഫിലിപ്പ് ഡിസൂസയാണ് വിവരങ്ങളുമായി ചേർന്നത്.